ഗൈസ് ആശാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ ജോൺ പോൾ ജോർജ്. നമ്മുടെ അമ്പിളി ഗപ്പിയൊക്കെ എടുത്ത മച്ചാൻ. അപ്പോൾ ആ മച്ചാൻ്റെ സിനിമ ആയതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലൊരു നല്ല രസമുള്ള ഒരു പാട്ടുണ്ട്, മറ്റേ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് വാഴുന്നുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ കുറേ തവണ ഇപ്പം തന്നെ കുറേ കേട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സിനിമ ഞാൻ കാണാൻ പോയി. ഇന്ദ്രൻസ് ചേട്ടനും ജോമോൻ ജോസറുമാണ് മെയിൻ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. പടം സിനിമയ്ക്കകത്തുള്ള ഒരു സിനിമയാണ്. ശോഭി തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. ജോമോൻ ജോസർ ഒരു AD ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ പ്രവർത്തിക്കുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ പുള്ളി ഒരു സിനിമ എടുക്കുന്നു. അപ്പോൾ പുള്ളീൻ്റെ കഷ്ടപ്പാടും ADസിൻ്റെ കഷ്ടപ്പാട്, പുള്ളി എന്താ പറയുക, ഒന്ന് സെറ്റായി വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു പുള്ളി. ഇന്ദ്രൻസ് ചേട്ടനായാലും പുള്ളിക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ. പക്ഷെ സെക്കൻഡ് ഹാഫ് പുള്ളി ഒരു സിനിമ പിടിക്കും. ആ സിനിമ അങ്ങനെ തന്നെ നമുക്കെടുത്ത് കാണിച്ചു തരും സെക്കൻഡ് ഹാഫിൽ. പക്ഷെ എനിക്ക് ആ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് ഇരുന്ന് മതിയായി ഉറക്കം തൂങ്ങിയാണ് ഞാൻ ആ സിനിമ കണ്ടു തീർത്തത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുഴപ്പമില്ല, കുറച്ച് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഷൂട്ടിംഗ് ആയാലും ADസിൻ്റെ കഷ്ടപ്പാട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇൻ്റർവെല്ല് അപ്പോഴും കുറച്ച് ലാഗൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇൻ്റർവെല്ലൊക്കെ നല്ലൊരു സംഭവത്തിൽ ഒരു നല്ല ക്ലിഫ് ഹാങ്ങറായിട്ട് ഇങ്ങനെ കൊണ്ടുനിർത്തി. ഇനി എന്താവും എന്നുള്ള നമുക്കൊരു ചോദ്യത്തിലൊക്കെ ഇങ്ങനെ കൊണ്ടു നിർത്തി. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഐ ആം റിയലി സോറി. മച്ചാൻ്റെ കഴിഞ്ഞ 2 സിനിമകളും എനിക്ക് തോന്നുന്നില്ല തിയേറ്റർ ഹിറ്റായിരുന്നു എന്ന്. അതൊക്കെ OTT വന്നപ്പോഴാണ് കയറിപ്പോയത്. ഈ സിനിമ തിയേറ്റർ ഹിറ്റായാലും OTT ഹിറ്റായാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒട്ടും സിനിമ കലങ്ങിയില്ലടായി. ഞാൻ ഭയങ്കര ബോറടിച്ചും ഭയങ്കര എന്താ പറയുക, മതി ഒന്നും നിർത്തിയിട്ട് പോ എന്ന് വരെ തോന്നിപ്പോയ ഒരവസ്ഥയിലാണ് ഞാൻ സിനിമ കണ്ടു തീർത്തത്. എന്താണെന്നറിയില്ല, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. ആശാൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഐ ആം റിയലി സോറി.